ആങ്സൈറ്റിയും പാനിക് അറ്റാക്സും ഒത്തിരി ആൾക്കാർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ആങ്സൈറ്റിയും പാനിക് അറ്റാക്സും. പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ അവരുടെ കൺട്രോളിലല്ലാതെ വരുന്ന ഒരു ഭയങ്കരമായ ഒരു പാനിക്കിങ് സിറ്റുവേഷനെയാണ് ഒരു പാനിക് അറ്റാക്സ് എന്ന് പറയുന്നത്. ആങ്സൈറ്റി എന്ന് പറയുന്ന സ്വതവേ അവരുടെ ഒരു നേച്ചറിൽ അവരുടെ സിറ്റുവേഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഒരു പ്രകൃതം കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉള്ളതുകൊണ്ട് ഒരു ആങ്സൈറ്റി എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉള്ള ഒരു രീതിയും വരാം. ഇത് ചില സമയത്ത് വളരെ അനിയന്ത്രിതമായി വരുന്ന ഒരു സംഭവമാണ് ഈ പാനിക് അറ്റാക്സ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, എനിക്കിനി ഇതിൽ കൂടുതൽ എനിക്ക് വണ്ടി എടുക്കാനായിട്ട് സാധിക്കുന്നില്ല, ഞാൻ ഇപ്പോൾ റോഡിൻ്റെ ഏകദേശം ഒരു നടുക്ക് വെച്ച് സ്റ്റക്കായിരിക്കണം, ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇങ്ങനത്തെ ഒരു പെട്ടെന്നുള്ളൊരു സഡൻ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ആ സമയത്ത് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളം അവിടെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ ഡോറ് തുറന്ന് ഒന്ന് മുഖം പെട്ടെന്നൊന്ന് കഴുകാൻ പറഞ്ഞു. നിങ്ങളൊരു വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഒരു കോൾഡ് വാട്ടർ വെച്ച് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് വാഷ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുളിക്കാനായിട്ടുള്ള ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ശരിക്കും നല്ലൊരു കോൾഡ് ഷവറിൽ നന്നായിട്ടൊന്ന് അതിൻ്റെ അടിയിൽ പോയിട്ട് കോൾഡ് ഷവർ എടുക്കുക. അത് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ബോഡിയെ മാറ്റിക്കൊണ്ടുവരും. ഇതാണ് എമർജൻസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന 2 കാര്യങ്ങൾ.